ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത്. എങ്ങനെ നന്നായിട്ട് ചെസ്സ് കളിക്കാം, എങ്ങനെ ചെസ്സ് ഇമ്പ്രൂവ് ചെയ്യാവുന്ന ടോപ്പിക്കിനെ പറ്റി ഒരുപാട് പേര് കമൻറ്റുകളായിട്ടും മെസ്സേജായിട്ടും അയച്ചിരുന്നു. ഒരുപാട് രീതിയിൽ ചെസ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ഇഫക്റ്റീവായിട്ടുള്ള വേ, ഒരു ലീഡ് ചെസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നന്നായിട്ട് ചെസ്സ് പ്രാക്ടീസ് ചെയ്യാം. നമ്മളിപ്പോൾ ഓരോ യൂട്യൂബ് ചാനലും പല ബുക്സും വഴിയൊക്കെ ചെസ്സിൻ്റെ ടെക്നിക്സുകൾ പഠിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ടെക്നിക്സ് എല്ലാം റിയൽ ഗെയിമിൽ എങ്ങനെ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ വെബ്സൈറ്റിനെ പറ്റി അറിയായിരിക്കും. ഇത് ലീഡ് ചെസ്സിൻ്റെ വെബ്സൈറ്റാണ്, LIChess.org എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കളിക്കണമെങ്കിൽ ഇങ്ങനെ 1 മിനിറ്റ് ബുള്ളറ്റ് കളിക്കാം, അതുപോലെ ബ്ലിറ്റ്സ് കളിക്കാം, വേണമെങ്കിൽ ലോങ് ടൈം കൺട്രോൾസ് ആയിട്ടുള്ള റാപ്പിഡും ക്ലാസിക്കിലും ഒക്കെ കളിക്കാം. ഒരുപാട് രീതിയിൽ കളിക്കാനും പറ്റും. എന്നാൽ കളിക്കാൻ മാത്രമല്ല, വേറെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും ഇതിന് ഉപയോഗിക്കാം. ഇതിൽ ഒരു രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ലേൺ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോവുക. അപ്പോൾ ഈ ലേൺ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളിവിടെ പോകാൻ പോണ പ്രാക്ടീസ് സെഷനിലോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ചിലതൊക്കെ ഓൾറെഡി ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഓരോന്നായിട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് ലൈൻസിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ബേസിക് ചെക്ക്മേറ്റുകളുള്ള പീസ് ചെക്ക്മേറ്റുകൾ, അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കും. ചെക്ക്മേറ്റ് പാറ്റേൺസ്, അപ്പോൾ ഇതെല്ലാം പാറ്റേൺസ് എല്ലാം മനസ്സിലേക്ക് ഇൻസ്റ്റിൽ ചെയ്തിട്ട് മാക്സിമം പാറ്റേൺസ് കാണാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെസ് ഗെയിം ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലോട്ടൊന്ന് പോയാലോ. ഓരോന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. പീസ് ചെക്ക്മേറ്റ്സ്. അപ്പോൾ ആദ്യത്തെ ഇവർ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യൂൻ ആൻഡ് റൂക്ക് മേറ്റ്. അപ്പോൾ ക്യൂനും റൂക്കും വെച്ചിട്ട് എങ്ങനെ ചെക്ക്മേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു പൊസിഷനിൽ ഇവിടെ എനിക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു മൂവ് എന്ന് കഴിഞ്ഞാൽ, ആദ്യം ഈ കിങ് മാക്സിമം കോർണറിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റൂക്കിനെ ഇവിടേക്ക് കളിക്കുന്നു. ഐഡിയ, ഇപ്പോൾ കിങ്ങിന് ഈ ഒരു താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. റൂക്ക് ആ കംപ്ലീറ്റ് ആയിട്ടൊരു ഫയൽ മുഴുവൻ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ക്യൂവിനെ കൂടെ കൊണ്ടിരുന്നു. അപ്പോൾ ക്യൂവിന് ഇവിടെയും റൂക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യണം. അപ്പോൾ കിങ് ഇവിടെ പുറകോട്ട് പോയി. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെക്ക് വയ്ക്കാം, പക്ഷേ ഇവിടെ കിങ് ഇവിടെ ഓടിച്ചു വിടും. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ കളിക്കണം. അപ്പോൾ ഇനി ഈ രണ്ട് പീസുകളെ മാക്സിമം 2 ഫയൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ചെക്ക്മേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കിങ് എന്തായാലും കോർണറിൽ പോയി പറ്റൂ. ഇവിടെ ചെക്ക്മേറ്റ് ആണ്. കാരണം എന്താണ്, ക്യൂവിന് ഇവിടെ, റൂക്ക് അവിടെ. അപ്പോൾ അടുത്ത ബസ്സിൽ എത്തിക്കഴിഞ്ഞു. ഒരു 2 റൂക്ക് വെച്ചുള്ള മേറ്റ്. ഇത് മോറുള്ള സിമിലർ ആണ്. കിങ്ങിനെ കോർണറിലേക്ക് കൊണ്ടുപോകുക, അന്നേരമാണ് ചെക്ക്മേറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ടെക്നിക്ക് എന്താണ്, ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് കിങ്ങിനെ താഴേക്ക് ഇറക്കാത്ത രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ കിങ് മാറി. അപ്പോൾ കിങ് ഒരു സൈഡിലോട്ട് മാറി. ഇനിയിപ്പോൾ 2 റൂക്ക് ഉണ്ടല്ലോ നമുക്കിവിടെ. ഇവിടേക്ക് കൊണ്ടുവന്നൊരു ചെക്കും കൊടുത്തു. കിങ് ഇപ്പോൾ ഇങ്ങനെ ഓടിക്കാൻ നോക്കി, പക്ഷേ കിങ് ജസ്റ്റ് ഈ റൂക്ക് ഇവിടെ സൈഡിലോട്ട് പോയാൽ മതി. ഇനി കിങ് എവിടെ പോയാലും ഈ 2 റൂക്ക് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെക്ക്മേറ്റ് ആക്കാവുന്നതാണ്. ഇനി അടുത്തത് ക്യൂനും ബിഷപ്പും വെച്ചുള്ള മേറ്റ്. അപ്പോൾ ഇതും പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ഡെഫിനറ്റ് സൊല്യൂഷൻ ഒന്നുമില്ല. നമുക്ക് മാക്സിമം സ്ക്വയേഴ്സ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് കിങ്ങിന് ഓടിപ്പോകാത്ത രീതിയിൽ ഒരു കോർണറിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് എല്ലാ രീതിയിലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്യൂനും കിങ്ങും വെച്ചിട്ടുള്ള മേറ്റ് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ ഒരു എക്സ്ട്രാ ബിഷപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എങ്ങനെ ഈ ഒരു ഗെയിം ജയിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എങ്ങനെ വേണമെങ്കിലും കളി മുന്നോട്ട് പോകാം. ഇവിടെ ആദ്യം കിങ്ങിനെ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഏത് കോർണറിലേക്കാണ് ഈ ബ്ലാക്ക് കിങ് ഓടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ക്യൂൻ വെച്ചൊരു ചെക്ക് നൽകുന്നു. അപ്പോൾ കിങ് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ചെയ്യാൻ പോണ ഒരു ടെക്നിക്ക്, ഇപ്പോൾ ടെക്നിക്സ് നിങ്ങൾ പലതും പഠിച്ചാണ്, ഇത് പല രീതിയിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ടെക്നിക്ക്, ഒരു എൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു കിങ്ങായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കിങ്ങും ക്യൂനുമായിട്ട് ഒരു എൽ ഷേപ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എൽ ഷേപ്പിലാണ്, പക്ഷേ ഞാൻ വീണ്ടും ഒരു എൽ ഷേപ്പ് ഇവിടെ കൊണ്ടുവരുന്നു. കിങ് മാറുന്നു, വീണ്ടും ഒരു എൽ ഷേപ്പ്. കിങ് മാറുന്നു, വീണ്ടും ഒരു എൽ ഷേപ്പ്. ഇപ്പോൾ വീണ്ടും ഒരു എൽ ഷേപ്പിലാണ്. കിങ് എവിടേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഫൈനലി കോർണറിലേക്ക് എത്തി. വീണ്ടും എൽ ഷേപ്പ് പിടിക്കണം. അപ്പോൾ ഇപ്പോൾ കിങ് കോർണറിലെത്തി. ഇനി ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇനി ഞാൻ എൽ ഷേപ്പ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണം, ഇവിടെ സ്റ്റെയിൽമേറ്റ് ആയി പോകും. അതിന് പകരം നേരിട്ടൊരു ചെക്ക്മേറ്റ് ഉണ്ട്. കാരണം എന്താണ്, ബിഷപ്പും ക്യൂനും ഇവിടെ ഉണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ചെക്ക്മേറ്റ്. ഇവിടെ നമുക്ക് ക്യൂനും നൈറ്റും ആണുള്ളത്. ഇതും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇതാണ്. മാക്സിമം കിങ്ങിനെ സൈഡിലോട്ട് കൊണ്ടുപോവുക, ചെക്ക് വയ്ക്കുക. നൈറ്റിൻ്റെ കൺട്രോൾ ഉണ്ട് നമുക്ക്.
നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇതുപോലെ എൽ ഷേപ്പിൽ തന്നെ പോകാം. ഇത്തവണ നമുക്ക് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പിടിക്കാം. എൽ ഷേപ്പ് ഇപ്പോൾ ഓൾറെഡി എൽ ഷേപ്പിലേക്കാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. വീണ്ടും എൽ ഷേപ്പ്, വീണ്ടും എൽ ഷേപ്പ് പിടിക്കുന്നു, വീണ്ടും എൽ ഷേപ്പ്. അപ്പോൾ സ്ക്വയറുകൾ കുറഞ്ഞു വരുവാണ്. ഈ ഒരു നെറ്റിലേക്ക് ഇടുവാണ് ഇവിടെ. വീണ്ടും എൽ ഷേപ്പ് പിടിക്കുന്നു, ഇവിടെയും എൽ ഷേപ്പ്, ഇവിടെ മാറി. ഇനി എൽ ഷേപ്പ് കളിക്കരുത്, കാരണം എന്താണ്, സ്റ്റീൽമേറ്റ് ആയി പോകും. ഇനി നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ഇവിടെ കളിക്കാം. അപ്പോൾ ഇനി നേരിട്ട് ചെക്ക്മേറ്റ് ചെയ്യാം. അപ്പോൾ ഈ എൽ ഷേപ്പ് പാറ്റേൺ നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി കുറച്ചുകൂടെ ചലഞ്ചിങ് ആവുകയാണ്. കിങ്ങും ക്യൂനും വെച്ച് മാത്രമാണ്. ഇവിടെ എങ്ങനെ കളിക്കും? നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് നല്ല മൂവ്സ് ഉണ്ട്. ആദ്യം ഒരു കിങ് വെച്ച് ഞാൻ ഒരു മൂവ് എടുത്തു, ഒരു റാൻഡം മൂവ് പോലെ കളിക്കാം. ഇനി നേരത്തെ പാറ്റേൺ പോലെ ഒരു എൽ ഷേപ്പ് പിടിക്കുന്നു, കിങ് മാറുന്നു, എൽ ഷേപ്പ് പിടിക്കുന്നു, എൽ ഷേപ്പ് പിടിക്കുന്നു, മാറുന്നു, വീണ്ടും ഒരു എൽ ഷേപ്പ്, വീണ്ടും ഒരു എൽ ഷേപ്പ്. ഇനി ശ്രദ്ധിക്കണം, ഇനിയുള്ള ഓരോ മൂവ്സും വളരെ ക്രിട്ടിക്കലാണ്. ഇനി ഒരു എൽ ഷേപ്പ് വേണമെങ്കിൽ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. എൽ ഷേപ്പ് പിടിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കിങ്ങിന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, ക്യൂവിന് ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കും തിരിച്ചും ഇങ്ങോട്ടായിട്ട് മാറി മാറി കളിക്കുകയാണ് ആകെ രക്ഷയുള്ളൂ. അപ്പോൾ ഇനി പയ്യേക്ക് ഇങ്ങനെ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ കിങ് എന്തായാലും ഇവിടെ പോകുമ്പോൾ ഫൈനലി ഒരു ചെക്ക് മേറ്റ് നൽകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ ഈ റൂക്ക് വെച്ചുള്ള ഇത് കുറച്ചും കൂടെ ചലഞ്ചിങ് ആണ്. കറക്റ്റായിട്ട് കളിച്ചില്ലെങ്കിൽ ഇത് കുറേ മൂവ്സ് എടുക്കാം. പക്ഷേ ഇതിനെയും നല്ല രീതിയിൽ നമുക്ക് കളിക്കാവുന്നതാണ്. കിങ് ഏത് ദിശയിലാണ് ഓടിപ്പോകുന്നത് നോക്കുക. ആദ്യം റൂക്ക് വെച്ചിട്ട് ഇപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ഫയലിലേക്ക് കിങ് വരാതിരിക്കാൻ എന്നുള്ള രീതിയിൽ നോക്കുക. റൂക്ക് ഇവിടേക്ക് വരിക, കിങ് ഇവിടേക്ക് വരുന്നു, റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഓൾറെഡി അപ്പോൾ കിങ്ങിനെ ഇനി ഈ ഒരു സൈഡിലോട്ട് കിടത്തരുത്. അപ്പോൾ അതിനായിട്ട് കിങ്ങിനെ ഞാൻ ഇവിടേക്ക് കളിക്കണം. ഇവിടേക്ക് കളിക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, റൂക്ക് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള സ്ക്വയറും കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ റൂക്കിനെ ഇവിടെ കളിക്കണം. കിങ് മാറുന്നു, കിങ് ഇവിടേക്ക് മൂവ് ചെയ്യുന്നു. കിങ് തിരിച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പേടിക്കൊന്നും വേണ്ട, കിങ്ങിനെ ഇവിടെ കളിച്ചാൽ മതി. വീണ്ടും റൂക്ക് അടുത്ത ഫയൽ പിടിക്കണം, മാറുന്നു. ഇപ്പോൾ ഫൈനൽ ബ്ലോയിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി വളരെ കെയർഫുള്ളായിട്ട് കളിക്കണം. കിങ് ഇവിടെ എത്തുന്നു, തിരിച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പേടിക്കണ്ട, കിങ് വെച്ച് ഇങ്ങനെ തിരികെ കളിക്കുന്നു. ഇനിയാണ് ഓരോ മൂവ്സും വളരെ കെയർഫുള്ളായിട്ട് കളിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരുപാട് റെപ്പറ്റേഷൻസിലേക്ക് പോകാവുന്ന ഒരു ഗെയിമിലേക്ക് ഇത് പോവാം. അപ്പോൾ ഇവിടെ ഒരു ട്രിക്കി മൂവ് ഉണ്ട്. റൂക്കിനെ ജസ്റ്റ് ഇവിടേക്ക് കളിച്ചാൽ മതി, കാരണം ഇവിടെ കിങ് മോറലെസ് ഇങ്ങോട്ടേക്ക് പോകാൻ ഫോഴ്സ്ഡ് ആണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കിങ്ങും ഒരേ രീതിയിൽ നിലനിൽക്കും. അപ്പോൾ ഈ രണ്ട് സ്ക്വയേഴ്സും കൺട്രോളിലാവും. ഇവിടെ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുകയും ചെയ്യും. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഈ ഒരു റൂക്ക് ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിങ് ഇവിടേക്ക് കളിച്ചു കഴിഞ്ഞാൽ ഒറ്റ മൂവിൽ ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് കളിക്കാൻ സാധ്യതയില്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. കിങ് പുറകോട്ട് പോയി, കാരണം എന്താണ്, ഇവിടേക്കാണ് കളിച്ചിരുന്നെങ്കിൽ ഈ രണ്ട് സ്ക്വയറും ഈ കിങ് വഴി കൺട്രോൾഡ് ആണ്, ഒരു ചെക്ക്മേറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കിങ് അങ്ങോട്ട് പോയത്. ഇനി നമ്മളൊരു ചെക്ക്മേറ്റ് ഫോഴ്സ് ചെയ്യുകയാണ്. കിങ് ഇവിടേക്ക് കളിക്കണം. അപ്പോൾ ഓൺലി മൂവ് ഇതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ രണ്ട് സ്ക്വയറും വൈറ്റിൻ്റെ പരിധിയിലാണ്. ഇപ്പോൾ ഒരു മനോഹരമായ ചെക്ക്മേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെസൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേറെ ചില ചെക്ക്മേറ്റിംഗ് പാറ്റേൺസ് നോക്കിയാലോ. അപ്പോൾ ഈ പാറ്റേൺസ് ഒക്കെ നിങ്ങളുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന പാറ്റേൺസ് ആണ്. ആദ്യം നിങ്ങൾക്ക് കാണാം ബാക്ക് റാങ്ക് ചെക്ക്മേറ്റ്. ഇതെല്ലാവർക്കും തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെക്ക്മേറ്റ്, നേരിട്ടുള്ള ചെക്ക്മേറ്റ് ആണ്. ഇതും എല്ലാവർക്കും സ്പോട്ട് ചെയ്യാവുന്ന രീതിയിലൊരു സിമ്പിൾ ചെക്ക്മേറ്റ് ആണ്. ഈ രണ്ട് റൂക്കുകൾ തമ്മിൽ ഇതുണ്ടെങ്കിലും ഈ ക്യൂനും റൂക്കും കൂടെ ഈ ഒരു റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്, റൂക്ക് വെച്ച് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെക്ക്മേറ്റ് വളരെ എളുപ്പമുള്ള ചെക്ക്മേറ്റ് ആണ്. ഇത് മറ്റൊരു ബാക്ക് റാങ്ക് ചെക്ക്മേറ്റ് ആണ്. തൻ്റെ പോണുകളായിട്ട് തന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്തപ്പെട്ടിരിക്കുകയാണ്. ഒരു ചെക്ക്മേറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോരോ നമുക്കിങ്ങനെ സോൾവ് ചെയ്ത് പോകാം. ഇനി ഇവിടെ എങ്ങനെയാണ് ചെക്ക്മേറ്റുകൾ, ഇതെല്ലാം ഒരു ബാക്ക് റാങ്കിൽ വരുന്ന പാറ്റേൺസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ ആദ്യം ബാക്ക് റാങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ക്വയറിൽ ഇപ്പോൾ കിങ് കുറച്ച് വീക്കാണ്, എന്നാൽ എങ്ങനെയാണ് ഫുള്ളായിട്ട് വീക്ക്നെസ്സിൽ നിന്ന് മാറുക, എങ്ങനെയാണ് ഒരു ബാക്ക് റാങ്ക് ചെക്ക്മേറ്റ് വരിക. കിങ് മാറുന്നു, ഇപ്പോൾ റൂക്കും ക്യൂനും കൂടെ ഡബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂവിന് ഇവിടെ അങ്ങ് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ ബാക്ക് റാങ്ക് ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാറ്റേൺ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഓരോ പാറ്റേൺസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, ഓക്കെ ഇങ്ങനത്തെ പാറ്റേൺസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ രീതിയിൽ ചെക്ക്മേറ്റ് ചെയ്യാം, ബാക്ക് റാങ്ക് എങ്ങനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചെക്ക്മേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കൈൻഡ് ഓഫ് മേറ്റാണ് ഹുക്ക് മേറ്റ് എന്ന് എഴുതി കാണിച്ചാണ്. എന്താണ് ഹുക്ക് മേറ്റ്? ഹുക്ക് മേറ്റ് ഈ ഒരു നൈറ്റ് ഇവിടെ നല്ല രീതിയിൽ ഒരുപാട് സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്വയറിൽ റൂക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ
ഇവിടെ കിങ്ങിന് മൂവ് ഓൺ സ്ക്വയർ ഒന്നുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ചെക്ക് മേറ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുക്ക് മേറ്റ് പാറ്റേൺ. അപ്പോൾ ഈ ഹുക്ക് മേറ്റ് പാറ്റേൺ നേരിട്ടുള്ള വേരിയേഷനാണ് കണ്ടത്. ഇനി അടുത്തത് ഹുക്ക് മേറ്റിൻ്റെ രണ്ടാമത്തെ പാറ്റേൺ എങ്ങനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്കപ്പോൾ ഓരോ പസിലിന് മുമ്പും വേണമെങ്കിൽ വീഡിയോ ഒക്കെ പോസ് ചെയ്തിട്ട് ആലോചിക്കാവുന്നതാണ്. ഞാൻ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ എങ്ങനെ ഹുക്ക് മേറ്റ് പാറ്റേണിലോട്ട് ഈ ഒരു പൊസിഷൻ കൊണ്ടുവരാൻ പറ്റും? ഇവിടെ ഈ ഒരു ബിഷപ്പാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ 2 റൂക്കുകളുണ്ട്. ഒരു റൂക്ക് മതിയിലെ ഹുക്ക് മേറ്റ് പാറ്റേണിന്. റൂക്ക് വെച്ചൊരു ചെക്ക്, ബിഷപ്പ് വെച്ച് കിട്ടുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വരും. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഹുക്ക് മേറ്റ് പാറ്റേൺ, വേറൊരു ഹുക്ക് മേറ്റ് ആണ് ഇവിടെ. പക്ഷേ ഈ റൂക്ക് മാത്രം, റൂക്ക് നൈറ്റും ആണല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെ ഈ പൊസിഷനിൽ ഹുക്ക് മേറ്റ് ചെയ്യാൻ പറ്റും? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, ഞാനും ഒന്ന് ആലോചിക്കാം എങ്ങനെയാണ് ഇതിനെ കളിക്കേണ്ടത്. നേരത്തെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങനെ ഇതിനെ ആലോചിക്കാമെന്ന് നിങ്ങൾക്കും ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. മീൻ വൈൽ ഒരു റൂക്കിനെ പുറകോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കുക. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ക്യൂൻ സാക്രിഫൈസ് എടുത്തു കഴിഞ്ഞാൽ റൂക്ക് ചെക്കാണ്, ഇങ്ങ് മാറി. ഇപ്പോൾ നൈറ്റും റൂക്കും വെച്ച് ഒരു ചെക്ക് മേറ്റ്. ഇനി അനസ്തേഷ്യാസ് മേറ്റ്. ഇതെന്താണ് ഈ മേറ്റിംഗ് പാറ്റേൺ? ഓക്കെ, ഇതിൻ്റെ ഐഡിയ ഈ ഒരു നൈറ്റ് വെച്ചിട്ട് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു, ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ കിങ്ങിന് ഇവിടേക്കോ വരാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിങ് ഇവിടെ ചെക്ക് മേറ്റ് ആയി പോകും. ഇതാണ് ഐഡിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂക്ക് എവിടേക്ക് ഒരു ചെക്ക് വന്നാൽ ചെക്ക് മേറ്റ് ആണ്. ഓക്കെ, ഇതേ ഐഡിയ ആണ്. പക്ഷേ ഇവിടെ ഈ 2 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സ്ക്വയറിലേക്ക് ഇവിടെ എത്തണമെങ്കിൽ എങ്ങനെ ഈ റൂക്കിനെയും നൈറ്റിനെയും കൂടെ കണക്ട് ചെയ്ത് ഇവിടെ ചെക്ക് മേറ്റ് ആക്കാം? അനസ്തേഷ്യ മേറ്റിൻ്റെ വേറൊരു പാറ്റേൺ ആണ്. ഓക്കെ, ഇവിടുത്തെ ക്യൂൻ വെച്ചെടുക്കുക. കിങ് വെച്ചെടുത്ത് കഴിയുമ്പോൾ നേരെ അതേ പാറ്റേണിലേക്ക് തന്നെ വന്നു കഴിഞ്ഞു. ഈ 2 സ്ക്വയറിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചെക്ക് മേറ്റ്. മൂന്നാമത്തെ അനസ്തേഷ്യ മേറ്റ് 3. ഇത് എങ്ങനെ കളിക്കും? ആദ്യം ഒരു ചെക്ക്. അപ്പോൾ ഈ 2 സ്ക്വയർ കൺട്രോളിലാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? വെറുതെ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ റൂക്ക് വന്നു കഴിഞ്ഞാൽ കളി കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ വൈറ്റ് സൈഡിൽ നിന്നുള്ളത് കണ്ടു. ഇനി ബ്ലാക്ക് സൈഡിൽ നിന്നുള്ള ഒരു അനസ്തേഷ്യ മേറ്റ് കണ്ടാലോ? ഇതും കൈൻഡ് ഓഫ് മോറോല സിമിലർ ആണ്. എങ്ങനെയാണ് ഇവിടെ ഒരു അനസ്തേഷ്യ മേറ്റ് വേണം? നൈറ്റ് E2 ചെക്ക്. അപ്പോൾ നേരത്തെ ഇവിടെ ഈ 2 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഈ 2 സ്ക്വയർ ആണ്. ഇവിടെ ഒരു മനോഹരമായ സാക്രിഫൈസ് ഉണ്ട്. എടുക്കുക, റൂക്ക് വെച്ചിട്ട് ചെക്ക് മേറ്റ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് മേറ്റ് ബ്ലൈൻഡ് സ്വൈൻ മേറ്റ്. അപ്പോൾ ഈ റൂക്ക് വെച്ചിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ചെക്ക് മേറ്റ് ആണിത്. ചെക്ക് എടുക്കുമ്പോൾ കിങ്ങിൻ്റെ ഓൺലി മൂവ് ഇവിടെയാണ്. ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ചെക്ക് മേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്ലൈൻഡ് സ്വൈൻ ചെക്ക് മേറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ ചെക്ക് മേറ്റിംഗ് പാറ്റേൺസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സോൾവ് ചെയ്യണ വരെ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ചെസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അപ്പോൾ ഇതൊക്കെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ പാറ്റേൺസ് ഒക്കെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ബ്ലൈൻഡ് സ്വൈൻ മേറ്റ് 2. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എങ്ങനെ പോകുന്നു? ഈ റൂക്കിനെ എടുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്കിലേക്ക് പോകണോ? ചെക്ക് നോക്കാം. കിങ് മാറി. ഇനി എന്ത് കളിക്കണം? 2 റൂക്കിനെയും കളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഒരു ചെക്ക് മേറ്റ് നേരത്തെ പാറ്റേൺ ഫോളോ ചെയ്യണം. പക്ഷേ ഈ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ നോക്കണം. വെറുതെ റൂക്കിനെ എടുത്താൽ മതി. ഇതിനെടുത്തു കഴിഞ്ഞാൽ മറ്റേ റൂക്ക് വെച്ച് എടുക്കും. ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. നേരിട്ട പോലെ ഇതുപോലത്തെ ചെക്ക് മേറ്റ് ഉണ്ട്. ഇനി അടുത്ത ഏതാണ്? ബ്ലൈൻഡ്സ് മേറ്റ് തന്നെയാണോ? ബ്ലൈൻഡ് സ്വൈൻ മേറ്റ്. ഓക്കെ, മേറ്റിൻ്റെ 3 പാറ്റേൺ തന്നെയാണ്. ഓക്കെ, ഇനി എവിടെ എങ്ങനെ കളിക്കും? അപ്പോൾ ഇവിടെ ഒരുപാട് നാസ്റ്റി ത്രെഡ്സ് ഉണ്ട്. F3 ചെക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബ്ലൈൻഡ് സ്വൈൻ വേരിയേഷനിലോട്ട് പോവാം. പക്ഷെ അല്ലാതെ എങ്ങനെ കളിക്കാം? ഓക്കെ, നിങ്ങൾക്കും ചിന്തിച്ച് വെക്കാവുന്നതാണ്. എങ്ങനെ ഈ പൊസിഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യും? 2 റൂക്കുകളുണ്ട്, ഒരു നൈറ്റ് ഉണ്ട്. ഇങ്ങനത്തെ പാറ്റേണിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഈ റൂക്കിനെ ഇവിടെ നിന്ന് അനക്കി കഴിഞ്ഞാൽ, ഒരു പക്ഷേ റൂക്ക് ഇൻറ്റു ഈ പോൺ എടുത്തു കഴിഞ്ഞാൽ റൂക്ക് താഴേക്ക് വരും. ഒരു ചെക്കാണ്. അപ്പോൾ റൂക്ക് വെച്ച് തന്നെ മറക്കേണ്ടി വരും. ഒരു ചെക്ക് മേറ്റ് ഇവിടെ സംഭവിക്കും. കിങ്ങിന് കാരണം താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഈ നൈറ്റ് ഉള്ളതുകൊണ്ട്. ഓക്കെ, അത് തന്നെ ആയിരിക്കണം. റൂക്ക് ടേക്സ് F7. അപ്പോൾ നേരത്തെ കണ്ടുപോലെ ഈ റൂക്കിനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് വരും. അപ്പോൾ ആ ചെക്ക് മറക്കാൻ റൂക്ക് മറക്കേണ്ടി വരും. ഇവിടെ ചെക്ക് മേറ്റ് ആകുമ്പോൾ അതുകൊണ്ടാണ് F3 കളിക്കണേ. അപ്പോൾ എന്ത് ചെയ്യും? കിങ് ജസ്റ്റ് ഓടി മാറി, അതില്ല ജസ്റ്റ് മാറി. അപ്പോൾ ഇവിടെ നിന്ന് റൂക്ക് മാറി. ഇനി 2 റൂക്കുകളുടെ കോമ്പിനേഷൻ കിട്ടി.
പക്ഷേ ഇനി ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ചെക്ക് മേറ്റ് ഉണ്ട്. ഓക്കെ, മനോഹരമായ ചെക്ക് മേറ്റ്. അപ്പോൾ ബ്ലൈൻഡ് സ്വൈൻ മീറ്റിംഗ് കഴിഞ്ഞു. ഇനി സ്മോതേർഡ് ചെക്ക് മേറ്റ്. അപ്പോൾ ഇത് തൻ്റെ പീസുകളാ തന്നെ ലോക്കായിട്ടിരിക്കുന്ന ബ്ലാക്കിൻ്റെ ഒരു ടെറിട്ടറിയാണ് കാണുന്നത്. വൈറ്റിന് ജസ്റ്റ് ഒരു നൈറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെയും തൻ്റെ പീസുകളാൽ എല്ലാം ലോക്ക്ഡ് ആണ്. എങ്ങനെയാണ് ഇവിടെ ഫിനിഷ് ചെയ്യുക? നൈറ്റിന് ഇവിടേക്ക് വരിക. അപ്പോൾ ഈ ക്യൂനാണ് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യണം. ആ ക്യൂവിനെ അവിടെ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ നൈറ്റിന് അവിടെ വരാൻ പറ്റിക്കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും. വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, ഒരു ക്യൂൻ സാക്രിഫൈസ്. ഇവിടെ ക്യൂൻ ഇവിടെ നിന്ന് മാറി നൈറ്റിന് വരാൻ സ്ക്വയറായി ചെക്ക് മേറ്റ്. അടുത്ത സ്മോതേർഡ് മേറ്റ് പാറ്റേൺ. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. സ്മോതേർഡ് മേറ്റ് 3 ആയി, ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ പാറ്റേൺ പോലെ ഈ പൊസിഷനിൽ കാര്യം ഇവിടെ പീസുകളായിട്ടൊക്കെ ലോക്ക്ഡ് അല്ല, പക്ഷേ ലോക്കാക്കാൻ ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഈ ക്യൂനും ബിഷപ്പും ഇവിടെ ഉണ്ട്, ഈ നൈറ്റ് ഉണ്ട്. അപ്പോൾ സ്മോതേർഡ് മേറ്റ് ചെയ്യുന്ന നൈറ്റ് ആണല്ലോ. അപ്പോൾ എങ്ങനെ തൻ്റെ പീസുകളെ മാക്സിമം ഇവിടെ കൊണ്ടുവരാം? ഈ ക്യൂന് ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ കിങ് വെച്ച് വെട്ടാൻ പറ്റില്ല, ബിഷപ്പും ക്യൂനും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ റൂക്ക് വെച്ച് തന്നെ വെട്ടണം. അപ്പോൾ കുറച്ച് ലോക്കായി പോകും. നമുക്ക് നോക്കാം. ഇങ്ങനെ വെട്ടി, റൂക്ക് വെച്ച് വെട്ടി. ഇപ്പോൾ ആ ലോക്ക്ഡ് പൊസിഷനിലേക്ക് നമ്മളെത്തി. അപ്പോൾ നൈറ്റ് F7 ചെക്ക് മേറ്റ്. ഇത് തന്നെ സ്മോതേർഡ് മേറ്റിൻ്റെ 4ാമത്തെ വേരിയേഷനാണ്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് എങ്ങനെ എത്താം? ഇത് കുറച്ചും കൂടെ ഓപ്പൺ ആണ്. ഇതിലേക്ക് എങ്ങനെയാണ് സ്മോതേർഡ് മേറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ നൈറ്റ് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യൂൻ വെച്ച് ഒരു ചെക്ക് വരും. കിങ് ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഒരു ചെക്ക് മേറ്റ് ഉണ്ട് ക്യൂൻ വെച്ച്. അപ്പോൾ അതെന്തായാലും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ എന്ത് ചെയ്യും? കിങ് ഇവിടേക്ക് പോയി കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻ ഒന്ന് നോക്കാം. നൈറ്റ് വെച്ചൊരു ചെക്ക്, ക്യൂവിനിടയിൽ വരുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ല. ക്യൂവിനിടയിൽ വന്നില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു ചെക്ക് വരും. ഓക്കെ, കിങ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ചെക്ക് മേറ്റ് ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ പാറ്റേൺ വരികയാണ്. ഇപ്പോൾ ഈ നൈറ്റും ക്യൂനും കൂടെ ഈ ഒരു സ്മോതേർഡ് ചെക്ക് മേറ്റിംഗ് പാറ്റേണിലേക്ക് വേണം. ഓക്കെ, ഇപ്പം ഈ ഒരു നൈറ്റും ക്യൂനും എല്ലാം ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് ഇതിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നൈറ്റ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് മേറ്റ് ഉണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇവിടേക്ക് പോകേണ്ടി വരും. അപ്പോൾ കിങ്ങിനെ ലോക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. ഡബിൾ ചെക്കാണ്. കിങ് ഇവിടേക്ക് പോകുന്നു. ഇവിടെ ക്യൂന് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ കിങ് വെച്ച് ക്യൂവിനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നൈറ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യണം? റൂക്ക് വെച്ച് എടുക്കണം. ഇവിടെ മനോഹരമായ മറ്റൊരു ചെക്ക് മേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക് ചെസ് ഇമ്പ്രൂവ്മെൻ്റ് പാറ്റേൺസ്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതുപോലത്തെ ചെക്ക് മേറ്റിംഗ് പാറ്റേൺസ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് മേജർലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ മനസ്സിൽ ഇൻസ്റ്റിൽ ചെയ്യുക. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെസ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ലീഡ് ചെസ് നമുക്ക് വേറെ പല രീതിയിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പക്ഷേ വിഷൻ ട്രെയിനിങ്ങിന്, ബോർഡ് വിഷനായിട്ട് ചെസ് ബോർഡ് ഇല്ലാതെയൊക്കെ കളിക്കാനും ഇതൊക്കെ നമുക്ക് ഈ ഒരു വിഷൻ പ്രാക്ടീസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ഈ ലീഡ് ചെസ്സിലുണ്ട്. chess.com ഇതൊക്കെ ചെയ്യാൻ പറ്റും. ലീഡ് ചെസ്സിൽ കുറച്ചും കൂടെ ഒരു എല്ലാവരും ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിൽ എല്ലാ രീതിയിലേക്കും എല്ലാ ടൈപ്പ് ഓഫ് പാറ്റേൺസും പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. കുറച്ച് ലോങ് ആയിപ്പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ കൂടുതൽ ചെസ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.